ഇനി ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. 30 വർഷമായി സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികൾക്കുള്ള ബാഗും നോട്ട് ബുക്കുകളുമായി എത്തുന്ന ഒരാളുണ്ട്. വയനാട് ചെതലയത്ത് സാമൂഹിക പ്രവർത്തകനായ കുഞ്ഞു മുഹമ്മദ് ഇത്തവണയും ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുഴുവൻ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുഞ്ഞു മുഹമ്മദിന്റെ ഈ സേവനത്തിന് പിന്നിൽ കണ്ണു നിറയ്ക്കുന്ന ഒരു ഓർമ്മ കൂടിയുണ്ട്. നമുക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞു വരാം. കുഞ്ഞു മുഹമ്മദ് ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. കുട്ടികൾക്കുള്ള ബാഗും പുസ്തകങ്ങളുമായി ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് എത്തിയിരിക്കുന്നത്. ഇത് 31ാമത്തെ വർഷമാണ് ഇത്തരത്തിൽ കുഞ്ഞു മുഹമ്മദ് ബാഗും പുസ്തകങ്ങളും ഒക്കെ കുട്ടികൾക്ക് നൽകുന്നത്. എങ്ങനെയാണ് ഇത് എല്ലാ വർഷവും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആ റൂമിൽ നിന്നാണ് എനിക്ക് പഠനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. ആ റൂമിൽ നിന്ന് ഒരു ബുക്കില്ലാത്തതിൻ്റെ പേരിൽ നടന്ന് തെണ്ടി ആരും തന്നില്ല. അപ്പോൾ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു വിഷമമായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് വില ചെന്ന് കണക്കാക്കിയിട്ട് ഒരാൾക്ക് തുടങ്ങിയതാണ് 95. ഇപ്പം ഞാൻ 100 ആൾക്കായി. ഇത്തവണ 100ൻ്റെ മുകളിലുണ്ട്. 107ഓളം കുട്ടികൾക്കുണ്ട്. ചേനാട് സ്കൂളിൽ മാത്രമല്ല, അല്ലല്ല, കരിപ്പൂര് സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറ്റ കുട്ടികൾ ഇല്ലാത്തവർക്ക് വേറെ കൊടുക്കുന്നുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. അങ്ങനെ മുഹമ്മദ് ഏത് ക്ലാസ്സിലാണ് അനുഭവം? അങ്ങനെ പഠനം നിർത്തിപ്പോണ്ട് വന്ന പുസ്തകം ഇല്ലാതെ 3ാം ക്ലാസ്സിൽ 13 ദിവസം ഇരുന്നുള്ളൂ. ഒരു ചെറിയൊരു അന്ന് ഈ മറ്റേ മലയാള പുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ആളെ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പഴയൊരു പുസ്തകം ഉണ്ട്, അവരുടെ കുട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞവർ നീ പഠിച്ചിട്ട് ഇപ്പോൾ വലിയ കലക്ടറൊന്നും ആവില്ല, നീ ഒരു കാര്യം നോക്കാൻ എന്തെങ്കിലും 15 ഉറുപ്പിക ഒരു മാസം കിട്ടും, അതിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് പോയി. പിന്നെ ഈ സ്കൂൾ കാണുമ്പോൾ ഒരു വിഷമമായിരുന്നു. പിന്നെ ഈ ടൗണിൽ തന്നെയാണ് ഞാൻ ചുമട് എടുത്തിട്ട് ഈ ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് തുടങ്ങി. ഇന്ന് 100ൽ പരം കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കൊടുക്കുന്നതല്ല, എന്നെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബാഗ്, നോട്ട് ബുക്ക്, പെൻസില്, പേന. ആദിവാസി മേഖല എന്നുള്ള കുട്ടികൾക്കാണോ കൂടുതലും? അങ്ങനെയാണോ കൂടുതലും കൊടുക്കുന്നത്? പക്ഷേ ഈ സ്കൂളിൽ ഈ ക്ലാസ്സിൽ ഞാൻ 1ാം ക്ലാസ്സിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം ഒരു കുട്ടിക്ക് നമ്മളിത് കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ കുട്ടി അത് കാണുമ്പോൾ ഒരു ഇതല്ല, ഒരു വേഗം അല്ലേ. അപ്പോൾ മൊത്തം 40 കുട്ടികൾക്കും. ഈ ഡിവിഷനിൽ നിന്നുള്ള നഗരസഭാ കൗൺസിലർ കൂടിയുണ്ട്. ഇത് 31 വർഷം ഇങ്ങനെ കൊടുക്കുക പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചറും കൂടിയായിരുന്നല്ലോ അല്ലേ നേരത്തെ? 95 മുതൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. പാവങ്ങളായ ആളുകളെ, പ്രത്യേകിച്ചും ഗോത്ര വിഭാഗങ്ങളെ വളരെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഇത്തരം ആളുകളാണ് ഒരു നാടിൻ്റെ സമ്പത്ത്. അതുതന്നെയാണ് കുഞ്ഞു മുഹമ്മദ് പോലെയുള്ളവർ ഒരു നാടിൻ്റെ സമ്പത്താണ്. 31 വർഷം കുട്ടികൾക്ക് ബാഗും കുടയും അതുപോലെ നോട്ട് ബുക്കൊക്കെ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഇത്രയും വർഷം തുടരുന്നു എന്നുള്ളതാണ്. ഈ വർഷവും അത് മുടക്കിയിട്ടില്ല. മനോജ് പയ്യന്നൂരിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. തനിക്കുണ്ടായ ഒരു അനുഭവം അത് അദ്ദേഹം വേദനയോടെയാണ് പറയുന്നത്. അത് മറ്റാർക്കും ഉണ്ടാവരുത് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി 30 വർഷമായി അദ്ദേഹം ചെയ്തു വരുന്നത്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, കുഞ്ഞു മുഹമ്മദ് എന്ന ഈ ഒരു നല്ല മനുഷ്യൻ, ഒരു സാമൂഹിക പ്രവർത്തകനാണ്. കമലിന് നേരത്തെ തന്നെ പരിചയമുള്ള ആളാണോ? കുഞ്ഞു മുഹമ്മദ് എനിക്കൊരു 10-20 വർഷമായിട്ട് അറിയാം. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ പ്രദേശത്തെ ആദിവാസി ഉന്നതികളിലെ വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിരന്തരം ഞങ്ങളെയൊക്കെ വിളിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ സ്കൂളിൽ ഈ പഠനോപകരണങ്ങൾ, പുസ്തകവും നോട്ട്ബുക്കും പേനയും ബാഗൊക്കെ കൊടുക്കുന്ന വിവരവും കഴിഞ്ഞ വർഷമൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ അതിന് പിന്നിലുള്ള ആ ഒരു സങ്കടം, അത് എങ്ങനെയാണ് അദ്ദേഹം ഇത് കൊടുത്തു തുടങ്ങിയതെന്ന് ഇന്ന് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. അദ്ദേഹം ചേനാട് ഹൈസ്കൂളിലെ ഏറ്റവും പഴയ കെട്ടിടത്തിലെ ഒരു ക്ലാസ് മുറി ചൂണ്ടിക്കാണിച്ചാണ് എന്നോട് പറഞ്ഞത്. ആ ക്ലാസ് മുറിയിൽ നിന്നാണ് ഒരു പുസ്തകം ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് പഠനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. പലരോടും കൈനീട്ടി, ആരും സഹായിച്ചില്ല. പഴയ പുസ്തകം ചോദിച്ചിട്ട് പോലും കിട്ടിയില്ല. അങ്ങനെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നതാണ്. പിന്നീട് എപ്പോഴും ഇങ്ങനെ ചേനാട് ഹൈസ്കൂളിന് മുന്നിലൂടെ പോകുമ്പോൾ സങ്കടത്തോടെ നോക്കും. അങ്ങനെയാണ് പുസ്തകം ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാതിരിക്കരുത്, ആ സ്കൂളിലെങ്കിലും എന്നൊരു തീരുമാനം കുഞ്ഞു മുഹമ്മദ് എടുക്കുന്നത്. പ്രത്യേകിച്ച് 50% ഗോത്ര വിഭാഗക്കാർ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. കാടിനുള്ളിൽ നിന്നടക്കം കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പുസ്തകങ്ങൾ എല്ലാ വർഷവും കുഞ്ഞു മുഹമ്മദ് എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് 31ാമത്തെ വർഷമാണെന്ന് പറയുമ്പോഴാണ് അതിലെ ഒരു ആത്മാർത്ഥത നമുക്ക് മനസ്സിലാവുക. മാത്രമല്ല, ഇപ്പോഴദ്ദേഹം ഈ വിദ്യാലയത്തിൽ മാത്രമല്ല, ഈ വിദ്യാലയത്തിലെ 1ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഗോത്ര വിഭാഗക്കാർക്ക് മാത്രമല്ല. കാരണം ഒരു
ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്ന് കരുതിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അത് കൂടാതെ മറ്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഗോത്രവിഭാഗക്കാർക്കും അങ്ങനെ 100-ലധികം കുട്ടികൾക്ക് അദ്ദേഹം ഈ സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി അതിനുള്ള വരുമാനമോ അല്ലെങ്കിൽ അതിനുള്ള ധനസ്ഥിതിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പലരെയും സമീപിച്ച് അവരിൽ നിന്നൊക്കെ സ്വരൂപിച്ചാണ് ഈ സഹായം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേപോലെ തന്നെ അദ്ദേഹം ആദിവാസി ഉന്നതികളിലൊക്കെ ചോർച്ചയുള്ള സ്ഥലത്ത് ടാർപോളിൻ ഷീറ്റ് എത്തിക്കാനും ഓണത്തിനും വിഷുവിനും ഒക്കെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനും ഒക്കെ മുൻകൈ എടുക്കുന്നത് പണ്ടും ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 31 വർഷമായി ഇങ്ങനെയൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നത് വളരെ നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും. തീർച്ചയായും കമൽ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇതുപോലുള്ളവർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്, അല്ലേ? ശരി.